ബദൽ രേഖ വിപ്ലവത്തിന്റെ പേരിൽ സിപിഎമ്മിൽ നിന്ന് പുറത്തായ എം.വി. രാഘവൻ സിഎംപിയിലൂടെ ചെങ്കൊടി ഉയർത്തിയിട്ട് 40 ആണ്ട്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും കൂട്ടുപിടിക്കണമെന്ന രാഘവന്റെ ആശയം കാലം മാറിയതിനനുസരിച്ച് സിപിഎമ്മും മാറ്റിയും തിരിച്ചും തിരഞ്ഞെടുത്തു. 40 വർഷം മുൻപ് സിഎംപിയുടെ പിറവിക്കും സിപിഎമ്മിലെ പൊട്ടിത്തെറിക്കും കാരണമായ ബദൽ രേഖ സിപിഎമ്മിനെ വേട്ടയാടുന്നുണ്ട്. 1985 നവംബർ എറണാകുളത്തെ സിപിഎം സംസ്ഥാന സമ്മേളന വേദി. അധികാരത്തിലുള്ള കോൺഗ്രസിനെ താഴെയിറക്കാൻ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും കൂട്ടുപിടിക്കണമെന്ന ആശയമുള്ള പ്രമേയം അവിടെ അവതരിപ്പിക്കപ്പെട്ടു. 2025 നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിസാരമെങ്കിലും സിപിഎമ്മിൽ കോളിളക്കം സൃഷ്ടിച്ച ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നമായി അന്നതു മാറി. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയെപ്പോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണെന്ന സിദ്ധാന്തമുയർത്തി പാർട്ടിയിൽ EMS. കേന്ദ്ര കമ്മിറ്റിയെ വെല്ലുവിളിച്ച് അതിന്റെ തലപ്പത്തിരിക്കുന്ന EMSനെ ചോദ്യം ചെയ്ത് സംസ്ഥാന കമ്മിറ്റി നേതാവായ എം.വി. രാഘവൻ ബദൽരേഖ കൊണ്ടുവന്നു. പാർട്ടി പിളർപ്പിലേക്കെന്ന് പോലും തോന്നലുണ്ടായി. എന്നാൽ സിപിഎം പിളർന്നില്ല. ബദൽരേഖയ്ക്ക് മുൻകൈയെടുത്ത് എം.വി. രാഘവൻ ഉൾപ്പെടെ പ്രമുഖർ പാർട്ടിക്ക് പുറത്തായി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിറന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംഘാടനവും അവരുടെ പ്രവർത്തനങ്ങളും ആണോ ഭൂരിപക്ഷ വർഗീയതയുടെ കാരണം? ഇന്ന് ഞങ്ങൾ പറയുന്നു അല്ല. അത് മുസ്ലിം ന്യൂനപക്ഷം എന്നുള്ള അർത്ഥത്തിലല്ല ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഭരണകൂടം പിടിച്ചെടുക്കാനുള്ള കുത്തക മുതലാളിമാരുടെ രാഷ്ട്രീയ തന്ത്രമാണ് ഭൂരിപക്ഷ വർഗീയത. വർഗീയതയല്ല, ഭൂരിപക്ഷ വർഗീയത. അപ്പോൾ ഇത് എം.വി.ആർ പറഞ്ഞപ്പോഴാണ് എം.വി.ആറിനെ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയും പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത്. കാലം മാറി, സിപിഎമ്മും മാറി. മുസ്ലിം ലീഗിനോടുള്ള അയിത്തം വെടിയലും ലീഗിൽ നിന്നെത്തിയ INL-ലുമായുള്ള കൂട്ടുകെട്ടും കേരള കോൺഗ്രസ് മാണിയുമായുള്ള ചങ്ങാത്തവും സിപിഎമ്മിനെ ബദൽരേഖയുടെ വഴിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ എം.വി. രാഘവനപ്പുറം CMPക്ക് പാർലമെന്ററി രംഗത്തേക്ക് മറ്റൊരു നേതാവിനെ ഉയർത്തിക്കാട്ടാനില്ല. എന്നാൽ UDF-ൽ മാർക്സിസ്റ്റ് മൂല്യം അവകാശപ്പെടാവുന്ന ചേരിയായി നിലകൊള്ളുന്നുണ്ട് കൂട്ടുകെട്ടിന്റെ 40-ാം വർഷത്തിലും CMPയുടെ രാഷ്ട്രീയ നയം തെറ്റാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CMPയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഗവൺമെൻറ് വന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ ചില വ്യക്തികൾ അവരുടേതായ സൗകര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും എം.വി.ആറിൻ്റെ ഒരു അഭാവത്തിൽ എം.വി.ആർ ഉണ്ടാക്കിയ പാർട്ടി എം.വി.ആറിലെങ്കിൽ തകർന്നു പോവുകയും പിന്നെ എം.വി.ആറിനെ കൂടെ അപമാനിക്കുന്നൊരു കാര്യമല്ലേ. CPM-ൽ നിന്നും എന്ന മഹാവൃക്ഷത്തിൽ നിന്ന് അടർന്നു വീണ ഒരു കമ്പായിട്ടല്ല ഞങ്ങൾ തുടരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാഷ്ട്രീയ നയം കരിപ്പിടിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് CMP നിലനിൽക്കുന്നത്. ചരിത്രത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ബദൽരേഖയെ കൂടെ കൂട്ടി CPM ലീഗിന് പുറകെ പോകുമ്പോൾ CMPക്ക് ആശ്വസിക്കാം. CMP ശരിയായിരുന്നുവെന്ന്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.